ഹലോ കൂട്ടുകാരെ, നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നീറ്റായിട്ടും ഷേപ്പായിട്ടും യോക്ക് പീസ് കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. യോക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ, ലൈൻ കൊത്തി ഇല്ലെങ്കിൽ അമ്പർല കൊത്തിയുടെ മുകളിലത്തെ പാർട്ടാണ് യോക്ക് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെറിയൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്, രണ്ടായിട്ടാണ് മടക്കിയിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് അളവെടുത്തതിന് ശേഷം നെക്ക് മാത്രമാണ് നമ്മൾ മാറ്റി കട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു പീസ് മാത്രമാണ് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, യോക്കിൻ്റെ ഇറക്കം ഞാൻ 14 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 14 ഇഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡറിന് അടിച്ചു പോകും. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗവും സ്കേർട്ടിൻ്റെ ഭാഗവും കൂട്ടിയടിക്കുമ്പോൾ 1/2 ഇഞ്ച് അടിഭാഗത്തും പോകും. ടോട്ടൽ 1 ഇഞ്ച് പോകും. അപ്പോൾ ടോട്ടൽ നമ്മുടെ യോക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്ന 13 ഇഞ്ചാട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോരുത്തരും ഷോൾഡർ കൂട്ടിയടിക്കുമ്പോഴും അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ കൂട്ടിയടിക്കുമ്പോൾ അളവിൽ വ്യത്യാസമുണ്ട്. അതിൻ്റെ അനുസരിച്ച് വേണം യോക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 32 ആട്ടോ. അപ്പോൾ 32 തൊട്ട് ഏകദേശം 34 വരെ ഉള്ളവർക്കൊക്കെ ഷോൾഡർ എന്ന് പറയുന്ന 6.5 ഇഞ്ച് മതിയായിരിക്കും. അതായത് 30 ഉള്ളവർക്കൊക്കെ നമ്മൾ ചെസ്റ്റ് സൈസ് 6.5 ഇഞ്ചൊക്കെ വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. ഒരുപാട് പുറത്തിന് വിരിവുള്ളവർ അതിൻ്റെ അനുസരിച്ച് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ വെച്ച് കൊടുക്കുന്ന 6.5 ഇഞ്ചാണ്. അപ്പം 6.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയാണ് വേണ്ടത്. അപ്പം 6.5 ഇഞ്ച് ഷോൾഡർ വെക്കുമ്പോൾ നമ്മൾ കൈക്കുഴി 6 ഇഞ്ചാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ചൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നേരെ താഴത്തോട്ട് ഒരു 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. 6 ഇഞ്ചിൽ നിന്ന് ഇതുപോലെ ഒന്ന് നേരെ നമ്മളൊന്ന് വരച്ച് കൊടുക്കണം. കാരണം നമുക്കറിയാം, ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൈക്കുഴിയും വരയ്ക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലൈൻ നേരെ വരച്ച് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ കോർണർ ഭാഗം ഉണ്ടല്ലോ, അതായത് കൈക്കുഴി മാർക്ക് ചെയ്ത ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ടേപ്പ് ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ നമ്മൾ സ്കെയിലാണെങ്കിലും മതി 1 ഇഞ്ച് മുകളിലോട്ട് ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കുഴിച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. എന്നെങ്കിൽ മാത്രമാണ് നമ്മളത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കെല്ലാം നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം ഈ ഒരു രീതിയിൽ, ഇപ്പോൾ കർവ് സ്കെയിലൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ രീതിയിൽ നമുക്ക് വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം നമ്മൾ കൈക്കുഴി വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെസ്റ്റാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞായിരുന്നു 32 ചെസ്റ്റ് സൈസ്. അതിൻ്റെ 4/1 ഭാഗം, അതായത് 32നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 4/1 ഭാഗം എന്ന് പറയുന്നത്. അപ്പം 4/1 ഭാഗം കണ്ടപ്പോൾ നമുക്ക് 8 ഇഞ്ചാട്ടോ കിട്ടിയേക്കുന്നത്. എക്സ്ട്രാ നമ്മൾ ലൂസിനും അതുപോലെ തന്നെ തയ്യൽ തുമ്പിനും വേണ്ടിയിട്ട് 2 ഇഞ്ചും കൂടെ കൂട്ടിയിടുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. എങ്കിലും നമ്മൾ 1 ഇഞ്ചെങ്കിലും കുറഞ്ഞത് ഇടുന്നത് നമുക്ക് നല്ലതായിരിക്കും കേട്ടോ. ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ തുണിയുടെ അളവ് കുറവാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് 1/2 ഇഞ്ചൊക്കെ എടുത്താലും മതിയായിരിക്കും. ഇനി അടുത്തത് വേസ്റ്റ് അളവാണ്. വേസ്റ്റ് അളവിന് നമ്മൾ വേസ്റ്റിനെ 4ആയിട്ട് ഹരിച്ചതിന് ശേഷം 4/1 ഭാഗം എത്രയാണോ കിട്ടുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അതായത് 30 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ അളവ്. അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മളൊരു 2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഫ്രണ്ടിൽ ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഈ ഒരു 1 ഇഞ്ച് ഇട്ട് കൊടുക്കണം. കാരണം ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ഒരുപാട് ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ തരത്തിലുള്ള യോക്ക് തയ്ക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ ആ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളൊരു സ്കെയിൽ ഉപയോഗിച്ചതിന് ശേഷം നമ്മുടെ അളവുകൾ നമ്മൾ മാർക്ക് ചെയ്തില്ല, ആ 2 പോയിൻറ്റും ഈ ഒരു രീതിയിൽ ജോയിൻ ചെയ്യണം. അതായത് നമ്മൾ കൈക്കുഴിയുടെ ഭാഗത്തെടുത്ത അളവും അതുപോലെ തന്നെ വേസ്റ്റിൽ എടുത്ത പോയിൻറ്റുകൾ തമ്മിൽ ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ടക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ 2ആയിട്ട് മടക്കിയാണ് തുണി ഇട്ടേക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ മടക്കി ഇട്ടതിന് ശേഷം നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. നോർമൽ നമ്മൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഏകദേശം ഒരു 36, 38 ചെസ്റ്റ് സൈസ് വരെ ഉള്ളവർക്കൊക്കെ 3.5 ഇഞ്ച് വെച്ച് കൊടുത്താൽ മതിയായിരിക്കും. അതിൻ്റെ മുകളിലോട്ടുള്ളവരാണെങ്കിൽ 3.5ക്ക് പകരം 4 ഇഞ്ചൊക്കെ വെക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പണിംഗ് ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവർ 3.5ക്ക് പകരം 4 ഇഞ്ച് തന്നെ വെക്കണം. കാരണം നമുക്ക് 2 സൈഡും അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അളവിൽ വ്യത്യാസം വരാതിരിക്കാനാണ് നമ്മൾ 4 ഇഞ്ച് വെക്കണമെന്ന് പറയുന്നത്. ഓപ്പണിംഗ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് 3.5 ഇഞ്ച് എടുത്താൽ മതിയായിരിക്കും. അതായത് ഏകദേശം 38 ചെസ്റ്റ് സൈസ് വരുന്നവരുടെ കാര്യമാട്ടോ ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ അത് നോക്കി നിങ്ങൾ കൃത്യം മാർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.5 ഇഞ്ചിൽ നിന്ന് നേരെ മുകളിലോട്ട് നമ്മളൊരു 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. 4 ഇഞ്ച് നമ്മളവിടെ ടക്കിന് വേണ്ടിയിട്ടാട്ടോ ആ 4 ഇഞ്ച് മുകളിലോട്ട്
കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒരുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം, കൃത്യം 4 ഇഞ്ച് തന്നെ. അത് അളവിൽ വേരിയേഷൻ വരരുത്, കാരണം ടക്കിൽ നമുക്ക് കയറി ഇറങ്ങി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്ക് കാണാൻ ഭംഗി കാണത്തില്ലായിരിക്കും. അപ്പോൾ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വലത് സൈഡിലോട്ട് 1/2 ഇഞ്ചും ഇടത് സൈഡിലോട്ട് 1/2 ഇഞ്ചും നമ്മൾ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് വരച്ച് കൊടുക്കണം. അതായത് രണ്ട് സൈഡിലും 1/2 ഇഞ്ച് വീതം എടുത്താൽ മതി. അതിനുശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് തയ്ച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ രണ്ട് സൈഡിലും കൂടെ നമ്മൾ ഒരുപോലെ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത നെക്കിലോട്ട് കിടക്കാം. ഇനി കഴുത്തിൻ്റെ വിരിവാട്ടോ ഞാൻ പറയാൻ പോകുന്നത്. കഴുത്തിൻ്റെ വിരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറും. അപ്പം കുറഞ്ഞ കഴുത്ത് വിരിവുള്ളവർക്ക് അങ്ങനെ എടുക്കാം, കൂടുതലാണ് താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം. ഞാനിവിടെ കഴുത്തിൻ്റെ വിരിവ് 3 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത്. അതായത് ഒരുപാട് വിരിഞ്ഞും പോകുന്നില്ല, എന്നാൽ തീരെ വിരിയാത്ത ഒരു കഴുത്തും അല്ല കേട്ടോ. ഏകദേശം മീഡിയം സൈസ് വരുന്നൊരു കഴുത്താണ് നമ്മൾ 3 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇനി കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ, അതായത് കഴുത്തിൻ്റെ വിരിവ് മാർക്ക് ചെയ്യുന്ന കേട്ടോ 3 ഇഞ്ച്. ഇനി കഴുത്തിൻ്റെ ഇറക്കം നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത് 4 ഇഞ്ചാണ് നമ്മൾ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് ഈ ഒരു രീതിയിൽ സ്ക്വയർ പോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. നമ്മളിത് ബാക്ക് പീസ് ആട്ടോ കട്ട് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ റൗണ്ടായിട്ട് വെക്കുന്നത് നമ്മൾ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, സ്ക്വയർ ആയിട്ടുള്ള. അതാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മൾ ഫ്രണ്ടിലെ കൈക്കുഴി വരയ്ക്കുമ്പോൾ അത് കുഴിച്ച് വരച്ച് അത് കട്ട് ചെയ്ത് കളയണമെന്ന് നമ്മൾക്കറിയാമല്ലോ. അപ്പം അത് ജസ്റ്റ് ഞാനിതിപ്പോൾ ബാക്ക് പീസിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുമ്പോൾ 6 ഇഞ്ചാണ്. അതിൻ്റെ നേർ പകുതിയായ 3 ഇഞ്ച് നമ്മൾ ഈ ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളൊരു 1/2 ഇഞ്ച് വീതിയിൽ ഇതുപോലൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം. ശ്രദ്ധിക്കണം, ഫ്രണ്ട് പീസാണ്, ഞാനിത് ബാക്ക് പീസിൽ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ച് തരുന്നു എന്നുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിൽ കുഴിച്ച് വരച്ച് കൊടുത്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്യാൻ പാടുള്ളത്. അത് നമുക്ക് ഷോർട്സിൽ പറയാൻ ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നുകൊണ്ടാട്ടോ നമ്മൾ അന്നേരം പറയാൻ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതിപ്പോൾ ജസ്റ്റ് കൈക്കുഴി കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളത് ബാക്കിൽ കൈക്കുഴിയിൽ കുഴിച്ച് കട്ട് ചെയ്യേണ്ട, ഫ്രണ്ടിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ അളവ് വെച്ച് തന്നെ നമ്മൾ ലൈനിങ്ങിൽ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ലൈനിങ് നല്ല തെന്നിപ്പോകുന്ന ഷിഫോൺ മെറ്റീരിയലാട്ടോ നമ്മൾ ഇതിൻ്റെ ലൈനിങ് ആയിട്ട് വെക്കുന്നത്. അതായത് ഇതിൻ്റെ അടിഭാഗത്ത് വെക്കുന്ന സെയിം തുണി തന്നെ നമ്മൾ യോക്കിലും വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് നല്ല രീതിക്ക് തെന്നിപ്പോകുന്ന തുണി ആയതുകൊണ്ടാട്ടോ നമ്മൾ അതിൽ വെച്ച് കട്ട് ചെയ്ത് കാണിക്കാത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കട്ടിങ് വളരെ സിമ്പിളാണ്, നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല ഷേപ്പിന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ, ബൈ ബൈ.